ത്രിയേക ദൈവത്തിന് സ്തുതി. വചനപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവർത്തനം 3:16. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. പത്രോസും യോഹന്നാനും 9 മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദരമെന്ന കവാടത്തിൻ്റെ വാതിക്കലിരുന്ന് ഭിക്ഷയാചിക്കുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയ വചനമാണ് നാം വായിച്ചു കേട്ടത്. നടക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, മുടന്തനായതുകൊണ്ട് മറ്റുള്ളവൻ്റെ സഹായത്തോടുകൂടിയാണ് ആ മനുഷ്യൻ ചലിച്ചത്. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. മറ്റുള്ളവരുടെ സഹായം കിട്ടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു പ്രോത്സാഹനം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു സഹായം കിട്ടാൻ, മനുഷ്യൻ്റെ സഹായവും മനുഷ്യൻ്റെ പ്രോത്സാഹനത്തിനും വേണ്ടി നോക്കി നടന്ന് മനസ്സ് മരവിച്ച് തളർന്നു പോയവരാണ് സത്യത്തിൽ നമ്മളെല്ലാവരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം മുടന്തന്മാരും തളർവാദ രോഗികളുമായി തീർന്നിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ ശക്തിയില്ല, അതിന് സഹായിക്കാൻ ആരുമില്ല. കൂടെ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചവർ, സഹായിക്കാമെന്ന് പറഞ്ഞവർ, നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ ആരുമില്ലാത്തതിൻ്റെ വേദന കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ തളർന്നു കിടക്കുന്നവർക്ക് ഇതാ പത്രോസും യോഹന്നാനും പെന്തിക്കോസ്തിക്ക് ശേഷം പുതിയ ഒരു സന്ദേശം, പുതിയ ഒരു വാതിൽ തുറന്നു തരികയാണ്. അവൻ്റെ നാമം നിങ്ങളെ സുഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തളർച്ചകളും പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ യേശുവിൻ്റെ നാമം നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ആ നാമത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് സൗഖ്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ദിവസം മുഴുവനും യേശുവിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുവാനും നാമം സ്മരിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.